Hi everyone, welcome to my channel Civil Tips and Tricks for Civil Engineers. എൻ്റെ ഈ വീഡിയോ മെക്കാനിക്കൽ പഠിക്കുന്ന KWA എക്സാംസിനും സിവിൽ എഞ്ചിനീയറിംഗിന് തന്നെ മെക്കാനിക്കൽ സബ്ജക്റ്റാണ്, ബേസിക് മെക്കാനിക്കലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം സിവിൽ എഞ്ചിനീയേഴ്സിനും ഇത് നോക്കാം. പിന്നെ ലെക്ചറർ ഗ്രേഡ് 1 എക്സാംസിനും നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൻ്റെ കണ്ടിന്യൂഷനാണ്. പാർട്ട് 3 ആണ് എടുക്കുന്നത്. എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിൽ ഫോർജിങ്ങിൻ്റെ ഡിഫക്ട്സ്, റോളിംഗ്, പിന്നെ എക്സ്ട്രൂഷൻ, അതിനെപ്പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോർജിങ്, shaping of hot metal by continuous application of compressive force. Compressive force continuous ആയിട്ട് അപ്ലൈ ചെയ്ത് ഹോട്ട് മെറ്റലിൽ കണ്ടിന്യൂസ് ആയിട്ട് കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഷേപ്പിംഗിന് പറയുന്നതാണ് ഫോർജിങ്. ഇതാണ് ഫോർജിങ്. ഇങ്ങനെയാണ് ഫോർജിങ് നടക്കുന്നത്. ടൈപ്സ് ഓഫ് ഫോർജിങ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്സെറ്റിംഗ് ഓർ ജമ്പിങ്, ഡ്രോയിങ് ഡൗൺ, ബെൻഡിങ്, ഹോട്ട് കട്ടിങ്, പിന്നെ വന്നിട്ട് പഞ്ചിങ്, ഫുള്ളറിങ്, ഫ്ലാറ്റിങ്, സ്വാഗിങ്, ഫോർജ് വെൽഡിങ്. അടുത്തത് വന്ന് അപ്സെറ്റിംഗ് ഓർ ജമ്പിങ്. To increase the thickness of bar by reducing the length. ലെങ്ത് റെഡ്യൂസ് ചെയ്തിട്ട് തിക്നെസ് വന്ന് ഇൻക്രീസ് ചെയ്യുന്നതിന് പ്രോസസ്സിന് പറയുന്നതാണ് അപ്സെറ്റിംഗ് ഓർ ജമ്പിങ്. എക്സാമ്പിൾ ബോൾട്ട് ഹെഡ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. അടുത്തത് ഡ്രോയിങ് ഡൗൺ. ടു ഇൻക്രീസ് ദ ലെങ്ത് ബൈ റെഡ്യൂസിങ് ദ തിക്നെസ് വന്നിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിന് പറയുന്ന പ്രോസസ്സിന് പറയുന്നതാണ് ഡ്രോയിങ് ഡൗൺ. ഇതാണ് ഡ്രോയിങ് ഡൗൺ. ഇത് അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് എ മെറ്റൽ പീസ് ബൈ അപ്ലൈയിങ് ബ്ലോസ് ലാറ്ററലി. ഒരു മെറ്റൽ പീസ് ബെൻഡ് ചെയ്യുന്നത് അതിൽ വന്നിട്ട് ലാറ്ററൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും. ഇങ്ങനെയാണ് ബെൻഡിങ് നടക്കുന്നത്. വർക്ക് പീസ് കൊടുക്കും, അതിന് മേളിൽ കൂടെ നമ്മൾ ഡൈ വെച്ച് പ്രസ് ചെയ്ത് ആ ഫോഴ്സിൽ അത് ബെൻഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ബെൻഡിങ് നടക്കുന്നത്. അടുത്തൊന്ന് ഫ്ലാറ്റനിങ് ആൻഡ് സെറ്റിംഗ്. യൂസ് ടു ഫിനിഷ് ദ സോഴ്സ് ഓഫ് ഇറഗുലർ വർക്ക് പീസ്. ഒരു പീസ് വന്നിട്ട് ഇറഗുലർ ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്ലാറ്റനിങ് ആൻഡ് സെറ്റിംഗ് ഡൗൺ ചെയ്യുന്നത്. ഇതാണ് ഫ്ലാറ്റനിങ് ആൻഡ് സെറ്റിംഗ് ഡൗൺ. അതിൻ്റെ ഒരു ജിഫാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെറ്റൽ പീസ് ഫ്ലാറ്റൻ ചെയ്യും ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട്. ഹോട്ട് കട്ടിംഗ് ഓഫ് ഹീറ്റഡ് മെറ്റൽ ബാർസ് യൂസിങ് ചിസൽ ആൻഡ് ഹാമർ. ചിസലും ഹാമറും വെച്ച് ഹീറ്റഡ് മെറ്റൽ കട്ട് ചെയ്യുന്നതിന് പറയുന്നതാണ് ഹോട്ട് കട്ടിംഗ്. അതിൻ്റെ ഒരു ജിഫാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഹീറ്റഡ് മെറ്റൽ. ഇതിൽ ചിസലും ഹാമറും വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഹോട്ട് കട്ടിംഗ്.
അടുത്തൊന്ന് പഞ്ചിങ്. ദ പ്രോസസ് ഓഫ് മേക്കിംഗ് കംപ്ലീറ്റഡ് ഓർ പാർഷ്യൽ ഹോൾസ് ഇൻ ദ മെറ്റൽ പീസ്. ഒരു മെറ്റൽ പീസിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോള് അല്ലെങ്കിൽ പാർഷ്യൽ ആയിട്ടുള്ള ഹോള് ഉണ്ടാക്കുന്നത് പഞ്ചിങ് പ്രോസസ്സിൽ കൂടെയാണ്. ഇങ്ങനെയാണ് പഞ്ചിങ് പ്രോസസ്സിൽ കൂടെ ഹോൾ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവണമെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. Forge welding. It is a metal joining process in which metals to be joined and heated at high temperature given upsetting and then hammered together to form firm joint. രണ്ട് മെറ്റൽസ് വന്നിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അത് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഇത് രണ്ടും ഫ്യൂസ് ചെയ്ത് ഫേം ജോയിൻ്റ് ആയി മാറും. ഓക്കെ, രണ്ട് മെറ്റൽ എന്നിട്ട് ഇത് ഹാമർ ചെയ്യണം. ഹാമർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടെ നല്ല ഫേം ആയി മാറും. ഓക്കെ, ഹോട്ട് മെറ്റൽ പീസ് അയാളെ എടുത്തിട്ട് അയാളത് ഹാമർ ചെയ്യും. രണ്ട് ഹോട്ട് മെറ്റൽ പീസ് ജോയിൻ ചെയ്തിട്ട് കണ്ട, ഇതാണ് ഫോർജ് വെൽഡിങ്. ഫോർജിങ്ങിന് കുറച്ച് ഡിഫക്ട്സ് ഉണ്ട്. ഓക്കെ, അതെന്തൊക്കെയാന്ന് വെച്ചാൽ ക്രാക്സ്, ലാപ്സ്, ഹെയർ ക്രാക്സ്, ടിയേഴ്സ്, ബ്ലോ ഹോൾസ്, പിറ്റിംഗ്, സെന്റർ ബസ്റ്റ്, കോൾഡ് ഷട്ട്സ്, ഡേർട്ട്. Cracks due to uneven heating, low temperature for incorrect cooling, etc. കറക്റ്റായിട്ട് ഈവനായിട്ട് ഹീറ്റ് ചെയ്തില്ലെങ്കിലും ക്രാക്സ് ഉണ്ടാകും. പിന്നെ ലോ ടെമ്പറേച്ചർ ആണെങ്കിലും പിന്നെ കറക്റ്റായിട്ട് കൂൾ ചെയ്തില്ലെങ്കിലും ക്രാക്സ് ഉണ്ടാകും. ക്രാക്സ് എന്ന് പറഞ്ഞാൽ എന്താ, പൊട്ടൽ. ഓക്കെ, ഇങ്ങനെയാണ് ക്രാക്സ് ഉണ്ടാകുന്നത്. ക്രാക്സ് വന്നിട്ട് റിബ്സിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ ക്രാക്സ് റിബ്സിൽ നിന്ന് propagate means നീണ്ടു വരും. ഓക്കെ, ലാപ്സ് എന്ന് പറഞ്ഞാൽ when the metal folds itself during swagging, rolling, etc. മെറ്റൽ തന്നെത്താനെ ഫോൾഡ് ആയി പോകും. ഓക്കെ, അതാണ് പറയുന്നത് ലാപ്പ്. ഓക്കെ, അതെങ്ങനെയാണ് വരുന്നത്, സ്വാഗിങ്ങും റോളിങ്ങും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെയാണ് ലാപ്സ് ഉണ്ടാവുന്നത്. അടുത്തത് വന്ന് ഹെയർ ക്രാക്സ്. വെരി ഫൈൻ ക്രാക്സ് ഡ്യൂ ടു റാപ്പിഡ് കൂളിംഗ്. പെട്ടെന്ന് കൂൾ ചെയ്യുമ്പം ചെറിയ ഫൈൻ ക്രാക്സ് ഉണ്ടാവും. അത് ഹെയർ ക്രാക്സ്.
TS, rupturing of metals during forging due to low temperature forging. Okay, മെറ്റൽസ് ഒന്ന് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ലോ ടെമ്പറേച്ചർ കാരണം. ഡർട്ട്, സാൻഡ് ആൻഡ് സ്ലാഗ് അതെങ്ങനെ ഉണ്ടാകുന്ന വെച്ചാൽ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഡർട്ട്, സാൻഡ്, സ്ലാഗ് ഉണ്ടാകും. ബ്ലോ ഹോൾസ് എങ്ങനെ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ഗ്യാസ് ഫോർമേഷൻ ആൻഡ് ഇൻക്ലൂഷൻസ് ഡ്യൂറിങ് സോളിഡിഫിക്കേഷൻ ഓഫ് മെറ്റൽ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് നോക്കിയാൽ എന്താണ് ബ്ലോ ഹോൾസ്. ഓക്കെ, ഗ്യാസ് ഉണ്ടാകുമ്പം പിന്നെ വന്നിട്ട് ഇൻക്ലൂഷൻ ഓഫ് സോളിഡിഫിക്കേഷൻ ഓഫ് മെറ്റൽ. മറ്റേത് വന്നിട്ട് നമ്മൾ നോക്കിയത് കൂടുതലായിട്ടുള്ള മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകുമ്പോഴാണ് ബ്ലോ ഹോൾസ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് വേറെയാണ്. ഫോർജിങ് വഴി ബ്ലോ ഹോൾസ് ഉണ്ടാകുന്നത് ഗ്യാസ് ഫോർമേഷൻ വഴിയായിരിക്കും. പിന്നെ ഇംപ്രോപ്പർ ക്ലീനിങ് ഓഫ് ഡൈസ് വന്ന് പിറ്റിങ് വരും. പിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുഴിയാണ്. ഓക്കെ, വർക്ക് പീസിൽ ചെറിയ ചെറിയ കുഴി വരും. പിന്നെ സെൻട്രൽ ബസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റപ്ചറിങ് ഓഫ് സെന്റർ ഓഫ് ബില്ലറ്റ്സ്. കോൾഡ് ഷട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുവർ ഡൈ ഡിസൈൻ ഓർ ഇൻകറക്റ്റ് പൊസിഷനിങ് ഓഫ് വർക്ക് പീസ്. ഇതാണ് ബ്ലോ ഹോൾസ്. ഇത് വന്ന് പിറ്റിങ് എന്ന് പറഞ്ഞാൽ കുഴി. അപ്പം കറക്റ്റായിട്ട് ഡൈസ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ഡൈസിൻ്റെ അടിയിൽ വന്ന് ക്ലീൻ ചെയ്യാത്ത ആ ഒരു പർട്ടിക്കുലർ പാർട്ടിൻ്റെ പിറ്റിംഗ് ആയിട്ട് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് സെൻറ്റർ ബസ്റ്റ് ഉണ്ടാകുന്നത്. ഇതാണ് കോൾഡ് ഷട്ട്. മേളിലും താഴെയും ക്രാക്സ് ഉണ്ടാകും. റോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in which a thick metal piece is passed through two rollers, thus reducing the thickness and increasing the length. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് റോളേഴ്സിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരു തിക്കായിട്ടുള്ള മെറ്റൽ പീസ് കടത്തി വിടുമ്പം ആ തിക്കായിട്ടുള്ള മെറ്റൽ പീസിന് തിക്നെസ് കുറയും, അതിൻ്റെ കൂടെ തന്നെ ലെങ്ത് ഇൻക്രീസ് ആകും. ഓക്കെ, അതാണ് റോളിംഗ്. ഇങ്ങനെയാണ് റോളിംഗ് ചെയ്യുന്നത്. റോളിംഗ് വന്നിട്ട് 2 ടൈപ്സ് ഉണ്ട്. ഹോട്ട് റോളിങ്ങും കോൾഡ് റോളിങ്ങും. ഹോട്ട് റോൾഡ് മെറ്റൽ ഈസ് ഹീറ്റഡ് എബവ് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനേക്കാളും മെറ്റൽ വന്നിട്ട് നന്നായിട്ട് ഹീറ്റ് ചെയ്യും. എന്നിട്ട് ഹെവി റിഡക്ഷൻ ഓഫ് ഏരിയ ആയിരിക്കും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ റോൾ ചെയ്യുന്ന അതിൻ്റെ റേഡിയസ് വന്നിട്ട് നല്ല ലാർജ് ആയിരിക്കും. സർഫസ് ഇസ് റഫ്, അതിൻ്റെ സർഫസ് വന്ന് നല്ല റഫ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഹോട്ട് റോളിംഗ്. ഇതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹോട്ട് റോളിംഗ് ചെയ്യുന്നത്. ഹോട്ട് റോളിംഗ് വന്നിട്ട് രണ്ട് റോളറിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല ഹോട്ട് മെറ്റൽ കടത്തി വിടുന്നു. അതിനാണ് ഹോട്ട് റോളിംഗ്. അടുത്തതാണ് കോൾഡ് റോളിംഗ്. മെറ്റൽ ഈസ് ഹീറ്റഡ് ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. മെറ്റൽ വന്നിട്ട് റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിനെക്കാളും കുറച്ചിട്ട് സ്മോൾ റിഡക്ഷൻ ഓഫ് ഏരിയ ഈസ് അച്ചീവ്ഡ്. എങ്ങനെയാണ് റോൾ ചെയ്യുന്ന സമയത്ത് സ്മോൾ റിഡക്ഷൻ ഓഫ് ഏരിയ ആയിരിക്കും നടക്കുന്നത്. പിന്നെ റോൾ റേഡിയസ് ഈസ് ജനറലി സ്മോളർ. ഓക്കെ, റോളിംഗ് റേഡിയസ് ഒന്നും നല്ല കുറവായിരിക്കും. സർഫസ് ഈസ് ഫ്രീ ഫ്രം ഓക്സൈഡ് ആൻഡ് സ്മൂത്ത്. ഇങ്ങനെ ഇതാണ് കോൾഡ് റോളിങ്ങിന്റെ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ജിഫാണ്. ഓക്കെ, സ്മോൾ റിഡക്ഷൻ ഓഫ് ഏരിയ നടക്കത്തുള്ളൂ. Extrusion. It is a process of hot metal under high pressure flows from a continuous length column which may be uniform or non-uniform cross section. Okay, hot metal വന്നിട്ട് നല്ല ഹൈ പ്രഷറിൽ കണ്ടിന്യൂസ് ലെങ്ത് കോളത്തിൽ വന്നിട്ട് ഫ്ലോ ചെയ്യും. എങ്ങനെ? യൂണിഫോം ഇല്ലെങ്കിൽ നോൺ യൂണിഫോം ക്രോസ് സെക്ഷനിൽ. ഓക്കെ,
അതിൻ്റെ ഏരിയ ആണ് ക്രോസ് സെക്ഷൻ. ഇങ്ങനെയാണ് എക്സ്ട്രൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഇത് അതിൻ്റെ ഒരു പിക്ചറാണ്. ഇങ്ങനെയാണ് എക്സ്ട്രൂഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ മെറ്റൽ വന്നിട്ട് കോളത്തിൽ കൂടെ ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലോട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, ഹൈ പ്രഷറിൽ. ഇത് എവിടെയെല്ലാം അപ്ലൈ ചെയ്യും? ഇൻക്ലൂഡ് ഷിപ്സ്, ഓട്ടോമൊബൈൽസ്, എയർക്രാഫ്റ്റ്, building, drill pipes, guns, etc. Hot extrusion. Hot extrusion of metal billet is heated to 400 degrees Celsius and pressed by the extruder when it undergoes plastic deformation and drawn out through a die which is of desired shape. Metal billet വന്നിട്ട് 400 degrees Celsius ഹീറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞ് അത് പ്രസ് ചെയ്യും. എക്സ്ട്രൂഡർ വഴി പ്രസ് ചെയ്തിട്ട് പിന്നീട് അത് പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഫോം ചെയ്തിട്ട് പിന്നെ അത് വെളി വരുമ്പം ഡിസൈഡ് ഷേപ്പാക്കി മാറ്റും. എന്തായിരിക്കും ഡിസൈഡ് ഷേപ്പ്? ആ ഡൈ വന്നിട്ട് ഡിസൈഡ് ഷേപ്പാക്കി മാറ്റും. ഇങ്ങനെയാണ് കാണിക്കുന്നത്. Cold extrusion. A slug is squeezed under high pressure and desired form is created by upsetting and hammering above the elastic limit. ആ ഡൈ വഴി വന്നിട്ട് കടത്തി വിടും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഷേപ്പും കിട്ടും. ഓക്കെ, ഇതോടെ വന്നിട്ട് ക്ലാസ് കഴിയുകയാണ്. അടുത്ത ക്ലാസ്സിൽ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് തന്നെ വെൽഡിങ്, ബ്രേസിംഗ്, പവർ മെറ്റലർജി നോക്കാം. Thank you and all the best for your exams.